40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ്. മലയോര വിഷയം 63 മണ്ഡലങ്ങളിൽ അതിസജീവമാണ്. 489 പഞ്ചായത്ത്. ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ, മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് വന്യജീവി വിഷയത്തിനൊരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും 2026 അത്ര ഈസി ആയിട്ട് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും, ആൾറെഡി 103 കർഷക സംഘടനകൾ നമ്മളിപ്പോൾ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടി ഒരു ശക്തമായ ഇടപെടൽ, ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് UDF സ്വീകരിച്ചാൽ ആ UDFനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരുപാട് കർഷക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ എല്ലാം നമ്മളിപ്പോൾ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക. എത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്ന് കാണാൻ UDF നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത്.